മനമേ നീയുണർന്നീട്ടേശു പരനേ പാടി സ്തുതിക്കാം. മനമേ നീയുണർന്നീട്ടേശു പരനേ പാടി. ദൈവത്തിന് സ്തോത്രം. രാവിലെ സമയം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്യാൻ സ്തോത്രം. ഒരു വാക്യം മാത്രം വായിച്ചുകൊണ്ട് ഒരു ചെറിയ ആലോചന കാലം ദൈവസന്നിധിയിൽ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനായി സദൃശവാക്യം 27-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നാം അറിയുന്നില്ലല്ലോ. അതേ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പറയാണ്, നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഇന്ന് പ്രശംസിപ്പാനോ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസത്തെക്കുറിച്ച് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ആമേ, അതുകൊണ്ട് തിരുവചനം പറയുന്നു, ആമേ, നാളത്തെക്കുറിച്ച് ചൊല്ലി നമ്മൾ പ്രശംസിക്കരുത്. ആരെങ്കിലും പ്രശംസിപ്പാൻ എന്തെങ്കിലും വകയുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിൽ കൂടി മാത്രമാണ്. ഈ ലോക മനുഷ്യർ തങ്ങളുടെ നന്മയിലും തങ്ങളുടെ ഭൗതിക വിഷയങ്ങളുമേലും ആമേ തങ്ങളുടെ സമ്പത്തിലും പ്രശംസിക്കുമ്പോൾ ഒരു ഭക്തന് പ്രശംസിക്കുവാനുള്ളത് ദൈവ സാന്നിധ്യമെന്ന് തിരുവചനം പറയുന്നു. ആമേ, ധനികനായ ഒരു മനുഷ്യനെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 16 മുതൽ ഉള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇപ്രകാരം വായിപ്പാൻ കഴിയുന്നുണ്ട്. ധനികനായ ഒരു മനുഷ്യൻ, അവന് വലിയ വിളവുണ്ടായി. അപ്പോൾ അവൻ വളരെ സന്തോഷിച്ചു. ഞാൻ എന്ത് ചെയ്യും ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് താൻ അതിനു വേണ്ടിയ കാര്യങ്ങളെ ക്രമീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ദൈവപൈതലിന് ആമേൻ ദൈവസന്നിധിയല്ലാതെ പ്രശംസിപ്പാൻ മറ്റൊരു ഇടവുമില്ല. ദൈവമാണ് എന്തെങ്കിലും നന്മകൾ തരുമ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ പ്രശംസിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രശംസയിൽ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കുമെന്ന് തിരുവചനം പറയുന്നു. ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ നന്മകൾ, വിളവ് അല്ലെങ്കിൽ സമ്പത്ത് കണ്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഭണ്ണാര ഒക്കെയും പൊളിച്ച് വലിയ വലിയ ഭണ്ണാരങ്ങളൊക്കെയും പണിത് സമ്പത്തൊക്കെയും കൂട്ടിവെച്ചതായി തനിക്കായി മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ദൈവം എന്തെങ്കിലും നന്മ നമുക്ക് നൽകി തന്നാൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഭ, നമ്മുടെ കുഞ്ഞുങ്ങൾ, കഷ്ടത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂടി സഹായിപ്പാൻ നാം ബാധ്യസ്ഥരെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമ്മുടെ പ്രശംസ കർത്താവിലായിരിക്കട്ടെ. കർത്താവിലോ പ്രശംസ അത് നഷ്ടമാകുകയില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അൻപുള്ള കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങളുടെ പ്രശംസ ഓരോ ദിവസം കർത്താവിലായിരിക്കാൻ ഇടയാക്കണമേ. ദൈവത്തെ കൂടാതെ ഞങ്ങൾക്ക് ഒരു നന്മയില്ലല്ലോ. ഞങ്ങളുടെ ഉള്ളതുകൊണ്ട് അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാതൊരു സ്വർഗം കേട്ട് തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം മഹത്വത്തിനാക്കി ചെയ്യണം. രക്ഷകൻ അൻപുള്ള നാമത്തിൽ ഉപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ.